ഈ അടുത്തിടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് എയർപോർട്ടിൽ, ഞാൻ ഫ്രണ്ടിനെയും ഫാമിലിയും പിക്ക് ചെയ്യാനായിട്ട് ഞാൻ എയർപോർട്ടിൽ പോയി. അപ്പോൾ ഞാൻ ഇച്ചിരി നേരത്തെയായി പോയത്. അവിടെ ചെല്ലുന്നതിന് മുമ്പേ ഫ്ലൈറ്റ് വന്നതേ ഉള്ളൂ. അപ്പം എനിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ ആ എയർപോർട്ടിലോട്ട് കയറുന്നതിന് മുമ്പേ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു അപ്പച്ചൻ ഒരു മിനിയേച്ചർ പട്ടിയേം കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു, ഇദ്ദേഹം എന്താ ഇങ്ങനെ ഒരു പട്ടിയേം കൊണ്ട് എന്തിനാ എയർപോർട്ടിൽ വരുന്നത്? പ്രായമായ മനുഷ്യനാണ്. ഞാൻ അകത്ത് പോയി വെയിറ്റ് ചെയ്യുകയാണ്. എൻ്റെ ഫ്രണ്ടും ഫാമിലിയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. അവർ കാര്യം ഞാൻ കുഞ്ഞിലേ മുതലേ എയർപോർട്ട് യാത്രകൾ ഒത്തിരി നടത്തിയിട്ടുണ്ട്. എൻ്റെ ഫാദർ പുറത്ത് ജോലി ചെയ്യുകയും ഒക്കെ ആയിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും പ്രയാസമുള്ള സമയം ഫാദർ പോകുമ്പോഴും എനിക്ക് ഏറ്റവും എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സമയം എന്ന് പറയുന്നത് എൻ്റെ ഫാദർ നാട്ടിൽ വരുമ്പോഴും. അപ്പോൾ ഒത്തിരി സന്തോഷവും ഒത്തിരി വിഷമമുള്ള ഒരു ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ് എയർപോർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാലങ്ങളൊക്കെ ഓർക്കുകയും, ഞാനപ്പോൾ ഓരോരുത്തർ വരുമ്പോഴും അപ്പോൾ അറൈവലിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഓരോരുത്തർ വരുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ആ സന്തോഷമൊക്കെ കാണുന്നു. കുറച്ച് പേരാണെങ്കിൽ ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഫാമിലി കൂടെ ഉണ്ട്, പക്ഷേ അവർ ഇപ്പോൾ കൊച്ചു പിള്ളേർ വരെ ഉണ്ട് അവരുടെ കൂടെ. ഇപ്പോൾ കൊച്ചു പിള്ളേർ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അല്ലേ മിക്കവരും ഒരു ഫോണിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തം ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ട്. അവരുമായിട്ട് സംസാരിക്കുന്നതിന് പകരം എല്ലാവരും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. ചിലപ്പം സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആയിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഉള്ളവരുണ്ട്. അവർ ആ കുഞ്ഞുങ്ങളെ പോലും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോഴും ഞാൻ നോക്കിയപ്പോൾ പിന്നെ ഈ അപ്പച്ചൻ ഈ പട്ടിയെ കൊണ്ട് വന്നു. അപ്പം ഞാൻ അന്നേരം ആലോചിച്ചു, ഇദ്ദേഹം എന്താ ഈ പട്ടിയെ കൊണ്ട്, ആ പട്ടിയപ്പോഴത്തേക്ക് പുള്ളി അങ്ങ് എടുത്തു. ഓരോരുത്തർ അറൈവൽ വരാൻ തുടങ്ങി. അപ്പം എനിക്ക് തോന്നുന്നു ഈ അപ്പച്ചൻ്റെ വൈഫാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരി വന്നു. അതിനു മുമ്പ് ഈ പട്ടി എല്ലാവരും ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഈ അമ്മച്ചി വന്നപ്പോഴത്തേക്ക് ആ പട്ടിയുടെ ആ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. അത് മുഴുവനായിട്ട് ഭയങ്കരമായിട്ട് കുഞ്ഞു പട്ടിയാണ്. അത് നല്ല ക്യൂട്ടൊരു, പക്ഷേ അതിൻ്റെ ആ സന്തോഷവും അത് ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ശരിക്കും ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ആ അമ്മച്ചി ആ പട്ടിയെ എടുക്കുന്നിടം വരെ അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ വന്നൊരു കഥയെന്ന് പറയുന്നത്, പണ്ട് ഡെയിൽ കാർണഗി എഴുതിയൊരു ബുക്കുണ്ട്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അപ്പോൾ പുള്ളി അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ശരിക്കും റിലേഷൻഷിപ്സ് പഠിക്കേണ്ടത്, നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് ചിലപ്പം പട്ടിയുടെ അടുത്തു നിന്നാണ്. പട്ടിയാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ വളർത്തുന്ന പട്ടികൾ, നമ്മളോടുള്ള ആ സ്നേഹം എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പം ചുമ്മാ പുറത്തോട്ടൊന്ന് പോകുമായിരിക്കും. പുറത്തോട്ട് പോയി ചിലപ്പം അവിടെ പത്രം വീണ് കിടക്കുന്നു, പത്രം എടുത്തിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെങ്ങാണ്ട് വെക്കേഷൻ ഹോളിഡേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന പോലെയാണ് പട്ടിയുടെ സന്തോഷവും. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ അങ്ങനെയുള്ള ആ ഒരു മനുഷ്യരെ കാണുമ്പോഴും നമ്മൾ എക്സൈറ്റഡ് ആകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുള്ളപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ രാവിലെ എണീക്കുമ്പോൾ തമ്മിൽ കാണുമ്പോഴത്തേക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്നും നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാം ഭയങ്കരമായിട്ട് എല്ലാം ഒരുക്കി, എല്ലാം ഡ്രസ്സ് ചെയ്തു, എല്ലാം ടിപ്പ് ടോപ്പായിട്ട് പുറത്തോട്ട് പോകുമ്പോഴാണെങ്കിലും ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതേ കാര്യം നമ്മൾ നമ്മുടെ അടുപ്പമുള്ള റിലേഷൻഷിപ്സിൽ കാണിച്ചിരുന്നെങ്കിലോ? ഒരുപക്ഷെ ഡെയിൽ കാർണഗി പറഞ്ഞ സത്യമല്ലേ? താങ്ക് യു.